കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചു. കല്ലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബിഷപ്പ് ധർമ്മരാജ് റസലാം അടക്കം കേസിൽ 4 പ്രതികളാണുള്ളത്. മെഡിക്കൽ സീറ്റിനായി കോടികൾ തലവരിപ്പണം വാങ്ങിയെന്നാണ് കേസ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്നു പ്രതിയായ ബെന്നറ്റ് എബ്രഹാം. കാരക്കോണം മെഡിക്കൽ കോളേജ് ബിഷപ്പ് ധർമ്മരാജ് റസാലം, കോളേജ് ഡയറക്ടർ ബെന്നറ്റ് എബ്രഹാം, മുൻ സഭാ സെക്രട്ടറി T.T. പ്രവീൺ എന്നിവരാണ് പ്രതികൾ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു ബെന്നറ്റ് എബ്രഹാം. 2016 മുതൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് തലവരിപ്പണം വാങ്ങിയെന്നാണ് പരാതി. കേരളത്തിന് പുറത്തുള്ള 14 വിദ്യാർത്ഥികളടക്കം 24 വിദ്യാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ കോഴയായി വാങ്ങിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. MBBS സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് പരാതിക്കാരിൽ നിന്ന് ആകെ 92.5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഓഡിറ്റിൽ 28 കോടി രൂപയുടെ ക്രമക്കേടും കണ്ടെത്തിയിരുന്നു. വെള്ളറട, നെയ്യാറ്റിൻകര, മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. കാരക്കോണം മെഡിക്കൽ കോളേജ് അഡ്മിഷന് വാങ്ങിയ തലവരിപ്പണത്തിലൂടെ സമ്പാദിച്ച കള്ളപ്പണം വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്തേക്ക് കടത്തിയതായാണ് കേസ്. ബിഷപ്പ് ധർമ്മരാജ് റസാലം, ബെന്നറ്റ് എബ്രഹാം, T.T. പ്രവീൺ എന്നിവരെ ഇഡി നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. CSI സഭാസ്ഥാനത്തെ പരിശോധനയ്ക്കിടെ വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമം തടഞ്ഞായിരുന്നു ധർമ്മരാജ് റസാലത്തെ ഇഡി ചോദ്യം ചെയ്തത്. ബിഷപ്പിന്റെ ആസ്ഥാനമായ LMS-ലും കാരക്കോണം മെഡിക്കൽ കോളേജിലും ബെന്നറ്റ് എബ്രഹാം, പ്രവീൺ എന്നിവരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയ ഇഡി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. കാരക്കോണം മെഡിക്കൽ കോളേജ് ക്രമക്കേട് കേസിൽ ധർമ്മരാജ് റസാലത്തിനടക്കം ക്ലീൻ ചിറ്റ് നൽകിയുള്ള ക്രൈംബ്രാഞ്ച് അന്തിമ റിപ്പോർട്ട് നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ജനം, കൊച്ചി.